ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ മതി. നേതാവ് കൈയെടുത്ത് തൊഴുതാല് ക്ഷമിച്ചു എന്നാണ് അർത്ഥം. അതിനേക്കാൾ ഇനി എന്താ വേണ്ടേ? വന്നേ പോകാം. ആ വാ വാ. വാ പോ. ഇരുളുന്നു സന്ധ്യാപ അയ്യോ ശിവാനി അയ്യോ ശിവാനി വേണ്ട അമ്മായി, ഞാൻ അപേക്ഷിക്കാം അമ്മായി, ഒന്നും ചെയ്യരുത്. ആദ്യമായിട്ട് പറയാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുക. ഇവൾ ഈ വീട്ടിൽ നിന്ന് കാല് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതവളുടെ ഭർത്താവിന്റെ വീട്ടിലായിരിക്കണം. ഞങ്ങളുടെ മാനം കെടുത്തിയാൽ ഇവളെ കൊന്ന് ഇവളുടെ ശവത്തിന് ഞാൻ താലി കെട്ടിക്കും. ഞങ്ങളുടെ വാക്കും കേൾക്കാതെ. ഇങ്ങനെ എത്ര പേരുടെ ജീവൻ നിങ്ങൾ എടുക്കും? വലിയമേ, ഗായത്രി ചേച്ചി അവര് കൊന്നു. മിണ്ടാതിരുതാ എന്നെ അതുപോലെ അവര് കൊല്ലും. അത് കഴിഞ്ഞ എന്താ? എന്റെ അച്ഛന് പെൺമക്കളായിട്ട് വേറെ ആരുമില്ല. വല്യമ്മയ്ക്ക് പെൺമക്കളില്ല. ബാക്കിയുള്ളത് രണ്ട് ആമക്കളാ. വേണ്ട ശിവാനി, വേണ്ട. ദയവ് ചെയ്ത് നീ ഒന്നും പറയരുത്. ഞാനും മിണ്ടാതിരുന്ന വല്യമ്മയെ പോലെ ഇങ്ങനെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. വാ തുറന്ന് സംസാരിച്ചാലേ ചാവുന്ന സമയത്തെങ്കിലും എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. പുസ്തകം കത്തിച്ചതിന് ശേഷവും നിന്റെ മനസ്സിലുള്ള ആഗ്രഹത്തെ കെടുത്താതെ ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ നീ പോയി എക്സാം എഴുതിയിട്ട് വന്നത്? നീ പാസ്സാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളെ പരീക്ഷിച്ച നീ തലകുനിച്ച് നടക്കുന്നത് എനിക്ക് കാണണം. എന്താ വല്യച്ഛ, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഈ വീടിന്റെ മാനം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാ പറയുന്നേ? നാട്ടുകാരെല്ലാരും പറഞ്ഞത് അത്ര പെട്ടെന്നങ്ങ് മറന്നോ? സ്വന്തം മക്കളെ മാത്രം പഠിപ്പിക്കും, മറ്റു കുട്ടികളെ പഠിക്കാൻ വിടില്ല എന്നാണ് എല്ലാരും പറയുന്നത്. അവസാനം ഗൗതം ചേട്ടനോട് മാപ്പ് പറഞ്ഞ് നാട്ടുവിചാരണയിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. അയ്യോ, മോനെ വരദരാജ, നിന്റെ ഭാര്യ ഒന്നും അറിയാത്തവളെ പോലെ ഇപ്പൊ അഭിനയിക്കും. ഇത്രയും കാലം ഒരക്ഷരം പോലും മിണ്ടാതെ നടന്നിരുന്ന ഈ ശിവാനി ഇന്ന് ഇത്രയധികം ധൈര്യത്തിൽ അവൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിന്റെ ഭാര്യ ഗീതാകുമാരിയാ. നീ പേടിക്കണ്ട ഗീതേ. ഇവളെ ഇപ്പൊ അടിച്ചതുപോലെ നിന്നെയും ഞാൻ അടിക്കുമെന്ന് നീ പേടിക്കണ്ട. പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പെണ്ണിനെ നമ്മുടെ വലയത്തിനുള്ളിൽ കൊണ്ടുവരണമെങ്കിൽ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രമേ കഴിയൂ. അമ്മേ, നല്ല ദിവസം ഏതാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതും കേട്ട് മര്യാദയ്ക്ക് നടന്നാൽ കാര്യങ്ങളെല്ലാം നന്നായി നടക്കും. എതിർത്ത് നിന്നാൽ ദശമി നാൾ പോലും നമ്മുടെ ദിശയെ മാറ്റും വരദരാജ.
നീ എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ എന്നൊന്നും എനിക്കറിയണ്ട. അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഇവൾ മണിയറക്കുള്ളിൽ കയറിയിരിക്കണം. പോയി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യപ്പോ. നല്ലതുപോലെ പഠിച്ച് ഉയർച്ചയിലെത്തണമെന്ന് കരുതുന്നവന്റെ മുമ്പിൽ തന്നെ വിവാഹ ക്ഷണപത്രിക നമ്മൾ വായിച്ചു കേൾപ്പിക്കും. എന്നെ പിടിക്കണ്ട. ഞാൻ താഴെ വീണുവെന്ന് വിചാരിച്ചല്ലേ? ചത്താല് ഞാൻ വീഴില്ല. എപ്പോ ഞാൻ വീണെന്ന് വെച്ചോ അപ്പൊ ഞാൻ ചത്തെന്ന് കണക്കൂട്ടിക്കോണം. നിങ്ങൾ എന്നെ രക്ഷിക്കാൻ നോക്കണ്ട. പകരം ഈ വീടിന്റെ അഭിമാനം കാത്തുരക്ഷിക്കുക. എന്താണെന്ന് വെച്ചാല് അത് ഇവൻ കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഏട്ടന് പറയുന്നത്? ഇവനെന്താ ശ്രീരാമചന്ദ്രൻ എന്ന് വിചാരിച്ചു? ഒരേ വാക്ക് ഒരേ പ്രവൃത്തി എന്ന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഇവൻ ശിവനാ, പരമശിവൻ, ആദിഭിക്ഷകൻ. നിങ്ങളെ കാരണം മാനം പോകരുതെന്ന് ഇങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് ആവശ്യമില്ലാത്ത പറയുന്ന അത്ര നല്ലതല്ല അച്ഛാ. ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാകില്ല. നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നവൻ, നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോകുന്നവൻ, ഒരു വാക്കുപോലും എന്നോട് ചോദിക്കാതെ എവിടെയും പോകാൻ പാടില്ലെന്ന് വിലക്കിയവൻ. ഇന്ന് നിങ്ങൾ എങ്ങോട്ടാ പോയത് മക്കളെ? എന്നുവെച്ചാൽ ഇന്ന് ഇവനോട് പറഞ്ഞിട്ടല്ല പോയെന്നർത്ഥം. നിങ്ങൾ പറയില്ല. കാരണം എന്താ? നിങ്ങളുടെ അമ്മ എവിടെ പോയതാണെന്ന് ഇവനും അറിയില്ല, എനിക്കും അറിയില്ല, ഈ ലോകത്താർക്കും അറിയില്ല. പിന്നെ നിങ്ങളെങ്ങനെ അറിയാനാ? അങ്ങനെയാണെങ്കിൽ 4 സഹോദരിമാര്, ഒരുത്തി വടക്കോട്ട് പോകണം, ഒരുത്തി പടിഞ്ഞാട്ട് പോകണം, ഒരുത്തി കിഴക്കോട്ട് പോകണം, ഒരുത്തി തെക്കോട്ടും പോകണം. ഇങ്ങനെ 4 പേരെയും സംരക്ഷിക്കാന്ന് പറയുന്നത് വലിയ കഷ്ടം തന്നെയാണ്. അങ്ങനെ സംരക്ഷിക്കാം. എന്നാ എപ്പോ ചേട്ടനോട് സഹോദരിമാര് നല്ല ബഹുമാനം കാണിച്ചാൽ? അത് ഞങ്ങൾക്കില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? ചേടാ, ഞാൻ നിങ്ങളെയല്ല പറഞ്ഞത്, ഞാൻ ഇവനെയാ പറഞ്ഞത്. ഇവന്റെ ജാതകമേ അങ്ങനെയാ. അവന്റെ ബഹുമാനം നഷ്ടപ്പെടരുതെന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ ഇവനോട് പറയാതെ പോയതുപോലെ തന്നെയാ നിങ്ങളുടെ അമ്മയും ഇവനോട് പറയാതെ അങ്ങ് പോയി കളഞ്ഞത്. അച്ഛാ, ദേവി ഇതൊന്ന് നിർത്താവോ? അച്ഛന് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പോയി കിടന്നുറങ്ങ. ഇവിടെ നിന്നൊന്ന് പോയോ അത്രയും നല്ലത്. പോകും, തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നിന്ന് പോകും. പക്ഷേ ഞാൻ കുടിച്ചിട്ട് വന്നാലും നിങ്ങളറിയും, ഞാൻ എവിടെ പോയാലും നിങ്ങളറിയും. എന്നാൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളായി നിങ്ങൾ വീടിന്റെ വാതിൽ കിടക്കുന്നത് ഈ വീട്ടിൽ അറിഞ്ഞില്ലെന്ന് വെച്ചാൽ ഗൃഹനാഥം പോയി ചാവേണ്ടത് തന്നെയാ.
ഞാൻ വളർത്തുന്നത് ശരിയല്ലെങ്കിലും ആരെങ്കിലും അവരെ നോക്കി പരിഹസിച്ചാലും എന്റെ അമ്മ തെറ്റ് ചെയ്തു എന്ന് ഞാൻ സമ്മതിച്ചിട്ട് ഞങ്ങള് തല കുനിച്ച് നാട് വിട്ട് പൊയ്ക്കോളാം. ഏട്ടാ, അച്ഛൻ പറയുന്ന കാര്യമായിട്ട് എടുക്കല്ലേ. അച്ഛൻ എന്ത് തെറ്റ് പറഞ്ഞാലും നിർത്തിക്കോ എന്ന് പറയുന്ന ഞാൻ ഇന്ന് മിണ്ടാതിരുന്നെങ്കിൽ അതിലെന്തൊക്കെയോ ശരിയുണ്ടെന്നല്ലേ അർത്ഥം. അമ്മയെ പറ്റി പറഞ്ഞിട്ടും എന്താ ഏട്ടാ ഒന്നും പറയാതിരുന്നേ? അമ്മയുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാതെ നിങ്ങൾ വിഷമിക്കരുതെന്ന് വിചാരിച്ച് നിങ്ങൾ ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തി. പക്ഷെ നിങ്ങളിന്ന് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ നിങ്ങളിന്ന് പുറത്തേക്ക് പോയില്ലേ? ശിവാനിയെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയായിരുന്നില്ല ഏട്ടാ. അവളെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടി എൻ്റെ അഭിമാനം പണയം വെക്കാൻ നിങ്ങൾ വിചാരിച്ചോ? ഞാൻ ചെയ്തതൊന്നും തെറ്റല്ലല്ലോ ഏട്ടാ. നിങ്ങളുടെ കയ്യിൽ ഒരു തെറ്റുമില്ല മക്കളെ. തെറ്റ് ചെയ്തതൊക്കെ ഞാനാ. നിങ്ങളെ വളർത്താൻ അറിയാത്ത ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. നാലു മണിക്ക് 4 സഹോദരിമാരെയും കൂട്ടിക്കൊണ്ടുവരാത്തതിന് 40 ചാട്ടയടി ശിക്ഷ ഞാൻ വിധിക്കുന്നു. നിങ്ങൾ ഇനിയൊന്നും പറയണമെന്നില്ല. കാര്യങ്ങൾ നിങ്ങൾ എന്നോട് മറക്കണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ വളർത്തു ദോഷം കൊണ്ട് തന്നെയാണ്. എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതോ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചോ? ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. നാട്ടുവിചാരണയിലും ഏട്ടൻ ഒരുപാട് അടി വാങ്ങി. ഇപ്പോൾ ഞങ്ങൾ കാരണം ഏട്ടൻ സ്വയം അടിക്കുന്നത്. ഞങ്ങൾ ഇനി ഓരോടും ഏട്ടനോട് പറയാതെ പോകില്ല. ഞങ്ങൾ ഇനി ജീവിതത്തിൽ ഇതേപോലെ തെറ്റ് ചെയ്യില്ല ഏട്ടാ. എന്ത് നടന്നാലും ഏട്ടനോട് പറയും. ഞങ്ങളോട് ക്ഷമിക്കേട്ടാ. ദൈവത്തിനെ തൊട്ട് സത്യം ചെയ്യുക. കർപ്പൂരം
ഞാൻ കയ്യിൽ വെച്ച് കത്തിച്ച് അത് തൊട്ട് ഞാൻ സത്യം ചെയ്യേട്ടാ. സ്കൂട്ടർ അടുത്ത് ആ ദാ ചേട്ടാ. അവനോട് പറഞ്ഞാൽ നിനക്ക് എന്താ കിട്ടുന്നേ? എന്താ പോലീസമ്മാവ അങ്ങനെ പറയുന്നേ? ഏട്ടൻ എന്ത് വേണമെങ്കിലും കൊടുക്കുന്നത് ഈ ഞാനല്ലേ? നീ ഇടയ്ക്ക് കയറാതെ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഗൗതം, നീ നിന്റെ പെങ്ങന്മാരോട് സംസാരിക്കാതെ അവരോട് സ്നേഹവും ഒന്നും കാണിക്കാതെ ഇതുവരെ ഇരുന്നിട്ടില്ലല്ലോ. അതേന്നോ അല്ലെന്നോ എന്തെങ്കിലും ഒന്ന് പറ. അറ്റ്ലീസ്റ്റ് ഒന്ന് മൂളയെങ്കിലും ചെയ്യടാ. ആ ടേപ്പും കൊടുത്ത്. ആ എന്താ ചേട്ടാ? ജോലിക്ക് വേണ്ടി പുറത്തു പോവുകയാണെന്ന് നിന്റെ പെങ്ങന്മാരോട് പറയാതെ വന്നു. ശരി, നിനക്ക് എന്നോടെങ്കിലും സംസാരിച്ചുകൂടെ? എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും കേൾക്കാൻ പറ്റൂടാ. ഈ കഴുതയ്ക്ക് പോലും കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താ അമ്മാവ എന്നെ വെറുതെ കഴുതാന്നൊക്കെ വിളിക്കുന്നേ? എനിക്ക് പേരില്ലേ? നീ ഒന്ന് അടങ്ങടാ. 10 മിനിറ്റ് ആയിട്ടും അവന്റെ വായിൽ നിന്ന് ഒരു അക്ഷരം വീണിട്ടില്ല. ആ പാവം, ഞാൻ കാരണം ആ ലക്ഷ്മിക്കും ശ്രീദേവിക്കും എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കിട്ടി. ഗൗതം ചേട്ടനും നാട്ടുവിചാരണയിൽ വരേണ്ടി വന്നു. എന്റെ പരീക്ഷയെക്കാളും ഗൗതം ചേട്ടന്റെ അഭിമാനമാ വലുതെന്ന് തോന്നുന്നു. പക്ഷേ അതിപ്പോ ആലോചിച്ചിട്ട് എന്താ കാര്യം? ചേട്ടനോട് സോറി പറയണം. ശിവാനിയുടെ ആഗ്രഹം നടക്കണമെന്ന് അവരുടെ വീട്ടുകാർക്ക് തോന്നിയില്ലെങ്കിലും വെറും സാധാരണ മനുഷ്യരായ നിന്റെ പെങ്ങന്മാർക്ക് അത് തോന്നിയല്ലോടാ. എന്ത് ചെയ്താലും അത് എന്നോട് പറഞ്ഞിട്ട് ചെയ്യാമായിരുന്നല്ലോ. നീയും അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? നിന്റെ പെങ്ങന്മാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ നിങ്ങളോട് മോശമായി സംസാരിച്ചവന്റെ കൈയും കാലും ഒടിച്ചിട്ട് വരാമെന്ന് അവരോട് ചോദിച്ചിട്ടാണോ പോകുന്നത്? ആ സ്പാനറും എടുത്ത്. നിന്നോടാ ചോദിക്കുന്നെ, പറ. ഇല്ല ഏട്ടാ. ഏട്ടൻ എന്താ വേണ്ടേ? നീ ഒന്ന് വായ അടച്ചാ മതി. രാവിലെ മുതൽ ഇവിടെ വന്നിരുന്ന് എന്നെ വഴക്കുറങ്ങിക്കൊണ്ടിരിക്കുക. മോനെ ഗൗതം, നല്ല കാര്യം ചെയ്യാൻ മുഹൂർത്തം നോക്കരുതെന്ന് പറയും. നിന്റെ സഹോദരിമാര് ശിവാനിയെ സഹായിക്കണോ വേണ്ടയോന്ന് നിന്നോട് ചോദിച്ചില്ലടാ. ആപത്തിൽപ്പെട്ടൊരു പെണ്ണിന് സഹായം ചെയ്തിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും നീ സന്തോഷിക്കില്ലേ? എന്നോടും ചില കടമകളുണ്ടല്ലോ അമ്മാവ, അത് മറന്നിട്ട് പോകാൻ പാടുണ്ടോ? അവര് മനഃപൂർവ്വം പോയതല്ലല്ലോ, അവര് ശിവാനിക്ക് വേണ്ടി പോയതല്ലേ? ചെറിയച്ചൻ ഇനി എത്ര തവണ പറഞ്ഞാലും ഈ ശിലയ്ക്ക് ഒന്നും തോന്നാൻ പോകുന്നില്ല. ആ ശിവാനി വന്നല്ലോ. അതെ, നിനക്കിപ്പോ എന്താ കുഴപ്പം? ഒന്നുമില്ലല്ലോ സാർ, ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. നിങ്ങളെ കണ്ടപ്പോ സംഭവിച്ചതിനെല്ലാം സോറി പറഞ്ഞിട്ട് പോവാന്ന് കരുതി. സോറി പറയേണ്ടതിനൊക്കെ ഒരു രീതിയും മര്യാദയൊക്കെ ഉണ്ട്. താഴോട്ട് ഇറങ്ങി വാ ചേട്ടാ, കാലിൽ തൊട്ട് നമസ്കരിച്ച് ഞാൻ സോറി പറയാം. നീ ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ, മര്യാദയ്ക്ക് നിന്റെ ജോലി നോക്കി പോവാൻ നോക്ക്. ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചാ മതി. കണ്ടില്ലേ ചെറിയച്ചാ എങ്ങനെയാ സംസാരിക്കുന്നേന്ന്? കണ്ടിട്ട് ക്ഷമയോടിരിക്കാമെന്നല്ലാതെ നിങ്ങളെ രണ്ടുപേരെയും വേർപിരിക്കാൻ പറ്റുമോ? അമ്മ, അവളെ പറഞ്ഞുവിടാൻ നോക്ക്. ഇവൾ ഒറ്റൊരുത്തി കാരണമാ എന്റെ സഹോദരിമാർക്ക് ഈ അവസ്ഥ വന്നത്. നീ പോമോളെ. ആ അങ്ങനെ അങ്ങ് പറഞ്ഞാ ഞാൻ പോണോന്നാണോ? ഹലോ, ചേച്ചിക്ക് എന്താ ചെവിയൊന്നും കേട്ടൂടെ? പറയുന്നത് മനസ്സിലായില്ലേ? ദേ നോക്ക്, ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കി. ദേ നോക്ക്, നിങ്ങൾക്ക് വിഷമായി എന്ന് കരുതിയിട്ടാ ഞാൻ സോറി പറയാൻ വേണ്ടി വന്നത്. അതൊക്കെ പിന്നെ നോക്കാം, നീ ഇപ്പം പോവാൻ നോക്ക്. അത് കൊള്ളാലോ, ഒരു പെണ്ണ് സോറി പറഞ്ഞോണ്ടിരിക്കുമ്പോ അത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കാണോ? കഴിഞ്ഞടാ, നീ ഒന്ന് കണക്ഷൻ കൊടുത്തു നോക്ക്. ശരി ഏട്ടാ. ഏയ്, അതിന് എന്നോട് ഇതുവരെ ക്ഷമിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. നീ ആ കട്ടിംഗ് പ്ലെയറിന് എടുത്തേ. ഒന്നും കൊടുക്കണ്ട. ജോലിക്ക് തടസ്സം ഉണ്ടാക്കല്ലേ, മര്യാദ. നല്ല കാര്യമായി. ഇവരെ രണ്ടുപേരെയും സമാധാനിപ്പിക്കുന്ന തന്നെ വലിയൊരു ജോലിയാ. നീ അത് തന്നില്ലെങ്കിൽ എന്താ എന്റെ ജോലി നടക്കില്ലേ?
അയ്യോ ഗൗതം ചേട്ടാ ഏട്ടാ ചേട്ടാ, അയ്യോ.